വാഴ 2 സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി. വാഴ 2 സിനിമയിലെ ആയുർവേദ മരുന്ന് കഴിച്ച് അസുഖബാധിതനാകുന്ന രംഗത്തിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. സിനിമയിൽ നിന്നും നീക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ നിയമ നടപടിയാണെന്ന് അസോസിയേഷൻ പറയുന്നു. സരീഷ് വി കെ ചേരുന്നു. സരീഷ്, എന്താണ് ആ സീന്? വാഴ 2-നെതിരെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ. സിനിമ കാണാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കോ, സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ വാഴ 2-ൽ എന്താണ് പ്രശ്നമുള്ളത്? ഈ സിനിമയിൽ പല സീനുകളിലായിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടർ അരിഷ്ടം പോലത്തെ എന്തോ കുടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ലിവർ ഇഷ്യൂസ് മൂലം മരണപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള ഒരു സീനിൽ ആരോ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം അങ്ങനെ സ്ഥിരമായിട്ട് മദ്യപിക്കാറില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഡയറക്ടർ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള മെഡിസിൻസ് കഴിച്ച് കഴിഞ്ഞാൽ ലിവർ ഇഷ്യൂസ് മൂലം മരണപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ്. അരിഷ്ടങ്ങൾ കഴിക്കുന്നത് ഹെൽത്തിന് പ്രശ്നമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഈ സിനിമ സമൂഹത്തിന് നൽകുന്നത് എന്ന് പറഞ്ഞാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. സോ ബേസിക്കലി അരിഷ്ടങ്ങൾ നമ്മുടെ ഹെൽത്തിന് ഒരു പ്രശ്നമാണോ? ദ ഷോർട്ട് ആൻസർ ഇസ് യെസ്. ലോങ് ടൈം ആയിട്ട് അൺപ്രിസ്ക്രൈബ്ഡ് ആയിട്ട് അൺമോണിറ്റേഡ് ആയിട്ട് അരിഷ്ടങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അരിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർമെൻറ്റേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഡിസിനാണ്. പല അരിഷ്ടങ്ങളിലും 3 to 15% ഒക്കെയാണ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത്. സോ ഇത്രയും ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാധനം ലോങ് ടൈം ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അധികമായാൽ അമൃതും വിഷം. വർഷങ്ങളായിട്ട് അരിഷ്ടങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളികൾ. പണ്ട് നമ്മൾ ക്യൂറേറ്റീവ് ആസ്പെക്റ്റിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പ്രിവെൻറ്റീവായിട്ട്, അതായത് രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ അരിഷ്ടങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അരിഷ്ടങ്ങൾ, ആസവങ്ങൾ പോലുള്ള സാധനങ്ങളിലെ സെല്ല് തീരെ റെഗുലൈസ്ഡ് ആൻഡ് മോണിറ്റേർഡ് അല്ല. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കുക. അവിടെ റാക്കുകളിൽ ഇഷ്ടംപോലെ ആയുർവേദ മെഡിസിൻസ് അടുക്കി വെച്ചേക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്ര എണ്ണം വേണമെങ്കിലും വന്ന് എടുത്തിട്ടോ. പ്രിസ്ക്രിപ്ഷനും വേണ്ട, ഒന്നും വേണ്ട. സോ പബ്ലിക് ഹെൽത്തിൽ നമ്മൾ കൺസേൺ ആകുമ്പോഴത്തേക്കും ഇതേപോലുള്ള ഓവർ ദ കൗണ്ടർ സെയിൽസ് നമ്മൾ റെഗുലൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ അൺപ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ലോങ് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാക്കും എന്നുള്ള പബ്ലിക് മെസ്സേജാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യേണ്ടത്. സോ വാഴ സിനിമയും ഇതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഉണ്ടാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.